നമസ്കാരം, ഏവർക്കും ഒരിക്കൽ കൂടി ഹൈസ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നമ്മൾ ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന 3 പദങ്ങളാണ്. ഒന്ന് മജിസ്ട്രേറ്റ്, ജഡ്ജ്, ജസ്റ്റിസ്. പലരും ഈ പദങ്ങൾ ഒന്നാണെന്നും ഇതിൻ്റെ ഒരു അർത്ഥമേ ഉള്ളെന്നും ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഉപയോഗിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഇത് വ്യത്യസ്തമായ 3 പദങ്ങളാണ്. ഇതിന് അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതായത് സീനിയോറിറ്റി, ഇവരുടെ സീനിയോറിറ്റി നിർണ്ണയിക്കുന്നത് ഈ വാക്കുകൾ ഉപയോഗിച്ചാണ്. മജിസ്ട്രേറ്റ് എന്താണ്, ജഡ്ജ് എന്താണ്, അഥവാ ജസ്റ്റിസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഇവരുടെ പവർ എന്താണെന്നും ഇവർ ഏതൊക്കെ തരത്തിലുള്ള കേസുകൾ വിധി നിർണ്ണയിക്കാൻ പറ്റുമെന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ 3 പദങ്ങളുടെ, അതായത് മജിസ്ട്രേറ്റ്, ജഡ്ജ്, ജസ്റ്റിസ് എന്ന പദങ്ങളുടെ അർത്ഥം അറിയുന്നതിന് മുമ്പ് നമുക്കൊരു പടം ശ്രദ്ധിക്കാം. ഈ പടത്തിൽ നമുക്ക് ഇന്ത്യൻ കോടതിയുടെ ഹൈറാർക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ഏറ്റവും മുകളിൽ സുപ്രീം കോർട്ട്, അതിനുശേഷം ഹൈക്കോർട്ട്, അതിനുശേഷം ഡിസ്ട്രിക്ട് കോർട്ട്, അതിനുശേഷം സബോർഡിനേറ്റ് കോർട്ട്. ഡിസ്ട്രിക്ട് കോർട്ടിൽ 2 തരം കോർട്ടുകളുണ്ട്, ഡിസ്ട്രിക്ട് കോർട്ട് ആൻഡ് സെഷൻ കോർട്ട്. ഇതിന് രണ്ടിനും 2 വ്യത്യസ്തമായ റോളുകളാണുള്ളത്. ഡിസ്ട്രിക്ട് കോർട്ടുകളിൽ സിവിൽ കേസുകളും സെഷൻ കോർട്ടുകളിൽ ക്രിമിനൽ കേസുകളുമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ലോവർ കോർട്ടുകൾ, സബോർഡിനേറ്റ് കോർട്ടുകളിലും ഇങ്ങനെ സിവിൽ കേസുകളും ഉണ്ടാകും, ക്രിമിനൽ കേസുകളും ഉണ്ടാകും. ആരുടെ മുമ്പിലാണോ സിവിൽ കേസുകൾ എത്തുന്നത് അദ്ദേഹത്തെ നമ്മൾ സിവിൽ ജഡ്ജ് എന്നും, ആരുടെ മുമ്പിലാണോ ലോവർ കോർട്ടുകളിൽ ക്രിമിനൽ കേസുകൾ എത്തുന്നത് അവരെ നമ്മൾ മജിസ്ട്രേറ്റ് എന്നും വിളിക്കുന്നു. ജഡ്ജ് എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം വിധികർത്താവ് എന്നാണ്. മജിസ്ട്രേറ്റ് എന്ന വാക്കിന് ദണ്ഡാധികാരി എന്നർത്ഥമുണ്ട്. അതായത് ദണ്ഡിക്കാൻ ശേഷിയുള്ളവൻ, കഴിവുള്ളവൻ. വിധി നിർണ്ണയിക്കാൻ കഴിവുള്ള ആള് ജഡ്ജും ദണ്ഡന തരാൻ അധികാരപ്പെട്ട ആള് മജിസ്ട്രേറ്റും ആണ്. ഒരാൾ വിധികർത്താവും മറ്റൊരാൾ ദണ്ഡന അധികാരിയും ആണ് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ. ഏതൊരു പോലീസ് സ്റ്റേഷനിലും ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്താൽ ആ ക്രിമിനലിനെ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ ഏറ്റവും മുമ്പിൽ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും അവിടുന്ന് റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മൾ ടി വിയിലും മറ്റും കണ്ടിട്ടുണ്ടാവും. ഇനി ഈ മജിസ്ട്രേറ്റിൻ്റെ പരിധിക്കുള്ളിൽ ആണ് ഈ കേസിൻ്റെ ശിക്ഷ വരുന്നതെങ്കിൽ അതിനനുസരിച്ച് ആ കോടതിയിൽ അതിൻ്റെ വിചാരണ നടക്കും. അതല്ലെങ്കിൽ മുകളിലോട്ടുള്ള കോടതിയിലേക്ക് ആ കേസ് ട്രാൻസ്ഫർ ചെയ്യും. ഇനി അതും കഴിഞ്ഞ് ക്രിമിനൽ കേസ് തൊട്ട് മുകളിലുള്ള ഡിസ്ട്രിക്ട് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സെഷൻ ജഡ്ജായിരിക്കും അത് വിചാരണയ്ക്ക് എടുക്കുന്നത്. ഇനി സിവിൽ കേസുകളാണെങ്കിൽ അവിടെ ഡിസ്ട്രിക്ട് കോർട്ടുകളിലായിരിക്കും വിചാരണയ്ക്ക് എടുക്കുന്നത്. ഇവരെ 2 പേരെയും സെഷൻ ജഡ്ജ് എന്നും ഡിസ്ട്രിക്ട് ജഡ്ജ് എന്നുമാണ് വിളിക്കുന്നത്. ഇവിടെ മജിസ്ട്രേറ്റ് എന്നുള്ള പദം ഉപയോഗിക്കുന്നില്ല. ഇവിടെ 2 ആൾക്കാരും വിധികർത്താക്കളായി മാറുന്നു. ഇനി ഈ കേസിൻ്റെ വിധിക്ക് ശേഷം ഈ കീഴ്ക്കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും അപ്പീലായിട്ടാണ് കേസുകൾ പോകുന്നത്. ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉള്ള ജഡ്ജിമാരെ നമ്മൾ ജസ്റ്റിസ് എന്ന് വിളിക്കുന്നു. അതായത് ന്യായാധിപൻ അല്ലെങ്കിൽ ന്യായമൂർത്തികൾ. അവർ നിലകൊള്ളുന്നത് തന്നെ ന്യായത്തിന് പ്രതീകമായിട്ടാണ്. അവരുടെ ഓരോ വിധികളും നിയമത്തിന് തുല്യമായി മാറുന്നു. സുപ്രീം കോടതിയുടെ വിധി താഴോട്ടുള്ള എല്ലാ കോടതികൾക്കും ബാധകമാണ്. അതുപോലെ ഹൈക്കോടതിയുടെ വിധി താഴോട്ടുള്ള എല്ലാ കോടതികൾക്കും നിയമമായി മാറുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോവർ കോർട്ടുകളിലുള്ള സിവിൽ കാര്യങ്ങൾ നോക്കുന്ന ജഡ്ജിനെ നമ്മൾ സിവിൽ ജഡ്ജ് എന്നും, ക്രിമിനൽ കേസുകൾ സംബന്ധമായ കേസുകൾ നോക്കുന്ന ആളെ നമ്മൾ മജിസ്ട്രേറ്റ് എന്നും വിളിക്കുന്നു. തൊട്ടു മുകളിലുള്ള ഡിസ്ട്രിക്ട് കോർട്ടിലെത്തിയാൽ 2 ആളും ജഡ്ജിമാരാകുന്നു, സെഷൻ ജഡ്ജും ഡിസ്ട്രിക്ട് ജഡ്ജും. തൊട്ടു മുകളിലോട്ട് ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ ജസ്റ്റിസ് ആകുന്നു. സുപ്രീം കോർട്ടിലെത്തിയാലും ഇവർ ജസ്റ്റിസ് ആകുന്നു, ന്യായമൂർത്തികളാകുന്നു. സിവിൽ കേസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും പ്രൈമറി കേസുകൾ. ക്രിമിനൽ കേസ് എന്ന് പറയുമ്പോൾ അവിടെ പണിഷ്മെൻറ്റ്, IPC പ്രകാരമുള്ള പണിഷ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതാണ് വ്യത്യാസം സിവിലും ക്രിമിനലും തമ്മിലുള്ള. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും ഇതിൽ അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ വൺസ് അഗെയിൻ, താങ്ക് യു ഫോർ വാച്ചിങ് ഹൈസ്കൂൾ. താങ്ക് യു ഓൾ.